Hello, good morning everybody. Let me welcome all of you to another video lecture. So in this video lecture, we are going to look at the question and answer part of the poem What's Like to Be Transgender. So we can do it very fast more because there are many questions that we have to discuss. There are many questions. So before we enter to the question and answer discussion, you can see a person on the screen. This is actually Lee Mokobe. Just have a look at to Lee Mokobe. This is that person. So now let's move to the question answer part. The first question you can see here. What did the speaker make a prayer for the first time? So ആ ഒരു സ്ഥലമാണ് ചോദിച്ചിട്ടുള്ളത്. സോ യു ക്യാൻ സീ ദാറ്റ് ഗ്ലാസ് സ്റ്റൈൻഡ് കത്തീഡ്രൽ. അതിന് ആൻസറായിട്ട് വരുന്നത് നമ്മൾ പറഞ്ഞ ഗ്ലാസ് സ്റ്റൈൻഡ് കത്തീഡ്രൽ വെച്ചിട്ടാണ് പ്രാർത്ഥിക്കുന്നതെന്ന്. Another one, identify the figure of speech. My teeny body drooping like a question mark all over the wooden pew. കണ്ടാൽ തന്നെ അറിയാം അവിടെ ലൈക്ക് എന്നുള്ളൊരു വേർഡ് വന്നുകൊണ്ട് നമുക്ക് സിമിലിയാണ് അവിടെ ആൻസറായിട്ട് വരുന്നത്. തേർഡ് വൺ, ഐ ട്രീറ്റ് ഇറ്റ് ലൈക്ക് എ ഹൗസ്. നമ്മൾ പറഞ്ഞതാണ് സ്പീക്കർ സ്വന്തം ബോഡിയെ ഒരു ഹൗസ് പോലെ ട്രീറ്റ് ചെയ്യുന്നു എന്നുള്ളത്. ഓക്കെ, സോ ദ സ്പീക്കേഴ്സ് ബോഡി ഈസ് ആൻസർ. ഹൂ ഈസ് എ ട്രാൻസ് വുമൻ ഷൂട്ട് ഡെഡ് ബൈ ദ പോലീസ് ഇൻ ബാൾട്ടിമോർ റെഫേർഡ് ഇൻ ദ പോം. അപ്പോൾ ഈ കവിതയിൽ പറയുന്ന ട്രാൻസ് വുമൺ ആരാണെന്ന് ചോദിച്ചിട്ടുള്ളത് ബാൾട്ടിമോറിൽ വെച്ച് പോലീസ് ഷൂട്ട് ചെയ്ത് കൊന്ന. സോ മിയ ഹാൾ ആണ്. മിയ ഹാൾ വാസ് ദ ട്രാൻസ് വുമൺ. ഓക്കെ, നമ്മൾ പറഞ്ഞ കാര്യമാണ് മിയ ഹാൾ. ഹൂ ഈസ് ദ ഒളിമ്പിക് ഗോൾഡ് വിന്നിംഗ് ഡിക്കാത്തലേറ്റ് മെൻഷൻഡ് ഇൻ ദ പോം. വില്യം ബ്രൂസ് ജെന്നർ ആണ്. നമ്മൾ പറഞ്ഞിരുന്നു അതും. ഓക്കെ, വില്യം ബ്രൂസ് ജെന്നർ വാസ് ദ ഒളിമ്പിക് ഗോൾഡ് വിന്നിംഗ് ഡിക്കാത്തലേറ്റ് മെൻഷൻഡ് ഇൻ ദിസ് പോം. വില്യം ബ്രൂസ് ജെന്നർ. അപ്പോൾ ഇതെല്ലാം എക്സാമിന് ചോദിക്കാം, നിങ്ങൾ ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. സോ ലെറ്റ് us എൻ്റർ ടു ദ സെക്കൻഡ് പാർട്ട്. ഈ ഒരു ഒന്നോ രണ്ടോ സെൻറ്റൻസിൽ ആൻസർ എഴുതുന്ന ആ ഒരു ഭാഗത്തോട്ടാണ് ഇനി നമ്മൾ പോകുന്നത്. സോ ഫസ്റ്റ് വൺ, വാട്ട് ഡിഡ് ദ സ്പീക്കർ ആസ്ക് ജീസസ് ഇൻ ദ ഫസ്റ്റ് പ്രയർ. ആ പ്രയറിൽ എന്താണ് ചോദിച്ചിട്ടുള്ളത് എന്നതാണ്. സോ ദ സ്പീക്കർ ആസ്ക്ഡ് ജീസസ് ഇൻ ദ ഫസ്റ്റ് പ്രയർ ടു ഫിക്സ് ഹിം, ദാറ്റ് ഈസ് ടു അസൈൻ ഹിം എ സ്പെസിഫിക് ജെൻഡർ. ഒന്നെങ്കിൽ എന്നെ ആൺകുട്ടിയാക്കി മാറ്റുക, അല്ലെങ്കിൽ എന്നെ പെൺകുട്ടിയാക്കി മാറ്റുക. സോ ഏതെങ്കിലും ഒരു ജെൻഡറിൽ എന്നെ ഫിക്സാക്കി ഉറപ്പിച്ച് നിർത്തണം. അതിനു വേണ്ടിയിട്ടാണ് നമ്മുടെ ലീ മൊക്കോബെ ആ സമയത്ത് പ്രാർത്ഥിച്ചിരുന്നത്. സെക്കൻഡ് വൺ, എക്സ്പ്ലെയിൻ ബട്ട് ഷെയിം ലിംഗേർഡ് ആസ് ആൻ ആഫ്റ്റർ ടേസ്റ്റ്. ഇവിടെ പറയുന്നത് ദ ഷെയിം ഓഫ് ബീങ് നെയ്തർ എ ബോയ് നോർ എ ഗേൾ കണ്ടിന്യൂഡ് ടു ബോദർ ദ സ്പീക്കർ ജസ്റ്റ് ലൈക്ക് ദ ടേസ്റ്റ് ഓഫ് സംതിങ് റിമൈൻസ് ഓൺ ദ ടങ് ഈവൻ ആഫ്റ്റർ ഫിനിഷിങ് ഈറ്റിംഗ് സംതിങ്. നമ്മൾ എന്തെങ്കിലും കഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ രുചി നമ്മളുടെ നാക്കിൽ തങ്ങി നിൽക്കുന്ന പോലെ കുറച്ച് നേരം തങ്ങി നിൽക്കും. അതുപോലെ ആണ് ഒരു ബോയ് അല്ല, ഒരു ഗേളും അല്ല. അപ്പോൾ അതിൽ നിന്ന് ഉണ്ടാകുന്ന ഒരു ഷെയിം, ഒരു ലജ്ജ, ഒരു നാണക്കേട് നമ്മളുടെ സ്പീക്കറുടെ മൈൻഡിൽ ഇങ്ങനെ നിലനിൽക്കുന്നത്. ഓക്കെ. തേർഡ് വൺ, വാട്ട് ഡിഡ് ദ മദർ ഡു ടു റീഇൻട്രഡ്യൂസ് ദ സ്പീക്കർ ടു സാങ്ക്ടിറ്റി. സ്പീക്കറിൻ്റെ അമ്മ എന്താണ് ചെയ്തിട്ടുള്ളതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സ്പീക്കറിനെ കുറച്ച് സമാശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് ദ മദർ റീഇൻട്രഡ്യൂസ്ഡ് ദ സ്പീക്കർ ടു സാങ്ക്ടിറ്റി ബൈ ടെല്ലിംഗ് ദ സ്പീക്കർ ദാറ്റ് ഹി വാസ് എ മിറാക്കിൾ ആൻഡ് കുഡ് ഗ്രോ അപ്പ് ടു ബി എനിത്തിങ് ഹി വാണ്ടഡ്. എന്താ പറഞ്ഞിട്ടുള്ളത് മകനോട്? നീ ഒരു അത്ഭുതമാണ്, നിനക്ക് ഇഷ്ടമുള്ള രീതിയിൽ വളരാം. നിനക്കൊരു ആണാണെങ്കിൽ അങ്ങനെ വളരാം, ഒരു പെണ്ണായി തീരണമെങ്കിൽ അങ്ങനെ വളരാം. അപ്പം അങ്ങനെ പറഞ്ഞിട്ട് നീ ഒരു അത്ഭുതമാണ്, നീ പവിത്രമായ ഒന്നാണെന്ന് പറഞ്ഞിട്ട് സ്വന്തം മകനെ ആശ്വസിപ്പിക്കുകയാണ് ഇവിടെ സ്പീക്കറുടെ അമ്മ ചെയ്തിട്ടുള്ളത്. സോ ഹൗ ഡിഡ് സ്പീക്കർ ഡിസ്ക്രൈബ് ദ ഫ്രേസ് ഐ ഡിസൈഡ് ടു ബി എ ബോയ്. എങ്ങനെയാണ് ഐ ഡിസൈഡ് ടു ബി എ ബോയ് എന്നുള്ള ആ ഒരു മീൻസ് ആൺകുട്ടിയാകാൻ തീരുമാനിച്ചു, അതിനെങ്ങനെയാണ് ഇവിടെ കവിതയിൽ ഡിസ്ക്രൈബ് ചെയ്യുന്നത്? ഹിസ് മദർ ടോൾഡ് ഹിം ഹീസ് എ മിറാക്കിൾ ആൻഡ് കുഡ് ഗ്രോ അപ്പ് ടു ബി എനിത്തിങ് ഹി വാണ്ടഡ്, സോ ഹി ഡിസൈഡഡ് ടു ബി എ ബോയ്. He felt it's cute with a toothless broad smile and used skinned knees just like boys of his age and played with them. നമ്മൾ പറഞ്ഞു ആ സമയത്ത് ആൺകുട്ടിയാവാൻ തീരുമാനിച്ചു. അതിനുശേഷം അവിടെ ആൺകുട്ടികൾ എങ്ങനെയാണ് ഡ്രസ്സ് ധരിക്കുന്നത് അതുപോലെയാണ് നമ്മളുടെ സ്പീക്കർ, നമ്മളുടെ ഓതർ ഡ്രസ്സ് ധരിച്ചിരുന്നത്. അതിനുശേഷം പെട്ടെന്ന് തന്നെ നമ്മുടെ സ്പീക്കറിന് ഒരു ചിരി, പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ ഫേസിൽ ഒരു ചിരിയൊക്കെ വരികയാണ്. ഓക്കെ, ആ ചിരി എന്ന് പറയുന്നത് പറഞ്ഞു നിഷ്കളങ്കമായിട്ടുള്ള ചിരിയാണ്. ഓക്കെ, സോ ഫിഫ്ത്ത് വൺ, എക്സ്പ്ലെയിൻ ഐ വാസ് എ മിസ്റ്ററി ഓഫ് ആൻ അനാട്ടമി. അത് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ അതിൻ്റെ ആൻസർ എന്തുകൊണ്ടാണ് അങ്ങനെ അദ്ദേഹം പറയുന്നത്? ദ ലൈൻ സ്റ്റാൻഡ്സ് ഫോർ ദ അബ്സെൻസ് ഓഫ് ഫിക്സ്ഡ് ജെൻഡർ ഐഡൻറ്റിറ്റി ഓഫ് എ പേഴ്സൺ. ഫിക്സ്ഡ് ജെൻഡർ ഐഡൻറ്റിറ്റി ആക്ച്വലി അവിടെ ഇല്ല, ഫിക്സ്ഡ് അല്ല. അതുകൊണ്ടാണ്
മിസ്റ്ററി രഹസ്യമാണ്. കാരണം ആൺകുട്ടിയാണോ എന്നറിയില്ല, പെൺകുട്ടിയാണെന്ന് അറിയില്ല. സോ രണ്ടിലും പെടുത്താനും പറ്റില്ല. സോ മിസ്റ്ററിയാണ് ഫുള്ള്, എന്താ പറയുക, ഒരു രഹസ്യമാണ്. സോ ആ ഒരു ആബ്സെൻസ് ഓഫ് ഫിക്സ്ഡ് ജെൻഡറാണ് ആ ഒരു ലൈനിലൂടെ എടുത്ത് കാണിക്കുന്നത്. മനസ്സിലാക്കി വെക്കുക. സിക്സ്ത് ക്വസ്റ്റ്യൻ, ഹൗ ഡിഡ് ദ നരേറ്റർ ഒബ്സർവ് ദ ബോയ്ഹുഡ് ഫേസ് അറ്റ് ദ ഏജ് ഓഫ് 12? ഓക്കെ, ഈ ആൺകുട്ടിയായിട്ടുള്ള ജീവിതത്തെ എങ്ങനെയാണ് ഇവിടെ എടുത്തു കാണിക്കുന്നത്, എങ്ങനെയാണ് നമ്മുടെ നരേറ്റർ നിരീക്ഷിക്കുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അറ്റ് ദ ഏജ് ഓഫ് 12 ദ നരേറ്റർ ഒബ്സർവ്ഡ് ദാറ്റ് ദ ബോയ്ഹുഡ് ഫേസ് വാസൻറ്റ് ഡീംഡ് ക്യൂട്ട് എനി മോർ. അപ്പോൾ നമ്മൾ കണ്ട് എന്താണ് ആ ഒരു ബോയ്ഹുഡ് ഫേസ്, കാരണം അത് എത്രത്തോളം ഇത് മാച്ച് ആവുന്നില്ല എന്ന് പറയുന്നുണ്ട്. കാരണം പറഞ്ഞു, സ്പീക്കറുടെ ആൻറ്റിമാർ വന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തോട് പറയുന്നുണ്ട്. നീ ഇങ്ങനെ ഒരിക്കലും നടക്കാൻ പാടില്ല, നീ ഒരു ഹസ്ബൻഡിനെ അന്വേഷിക്കുകയാണ് വേണ്ടത്, ഇങ്ങനെ നടന്നാൽ നിനക്കൊരു ഹസ്ബൻഡിനെ ഒരിക്കലും കിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. സോ ദ ഫേസ് വാസൻറ്റ് ഡീംഡ് ക്യൂട്ട് എനിമോർ പറയുന്നുണ്ട്. ആ ഒരു ആൺകുട്ടി ആയിട്ടുള്ള ജീവിതം അത്ര അധികം സുഖകരമല്ലായിരുന്നു, കാരണം ഒരുപാട് വിമർശനങ്ങളൊക്കെ നേരിടേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പോയിന്റ് ഓർത്ത് വെക്കുക. സെവൻത്ത് ക്വസ്റ്റ്യൻ, വാട്ട് ഡിഡ് ദ നൊസ്റ്റാൾജിക് ഗോൺസ് റിമൈൻഡ് ദ സ്പീക്കർ അറ്റ് ദ ഏജ് ഓഫ് 12? 12ാമത്തെ വയസ്സിൽ എന്താണ് നമ്മുടെ സ്പീക്കറിനോട് ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത് ആര്? ഈ അദ്ദേഹത്തിൻ്റെ ആൻറ്റിമാർ. So the nostalgic aunts reminded the speaker at the age of 12 that his kind of attitude would never bring a husband home and would thwart heterosexual marriage and childbearing. സോ ഇവിടെ അവർ പറയുന്നത്, നിൻ്റെ ഈ ഒരു ആറ്റിറ്റ്യൂഡ് ഒരിക്കലും നിനക്കൊരു ഹസ്ബൻഡിനെ കൊണ്ടുതരില്ല. നീ എന്ത് ചെയ്യണം? നീ ഹെട്രോസെക്ഷൽ മാരേജ് മീൻസ് ഒരു ഹസ്ബൻഡിനെ വിവാഹം കഴിച്ചിട്ട് നീ എന്താ പറയുക, ചൈൽഡ് ബെയറിംഗ് ആയിട്ട് നിൻ്റെ ലൈഫ് മുന്നോട്ട് പോകണം. ഓക്കെ, കുട്ടികളൊക്കെ പ്രസവിച്ചിട്ട് നിൻ്റെ ലൈഫ് മുന്നോട്ട് പോകണം എന്നാണ് ആൻറ്റിമാർ ആ സമയത്ത് പറഞ്ഞിരുന്നത്. അപ്പോൾ അവരുടെ ആ ഒരു കമൻറ്റ് നിങ്ങൾ ഓർത്ത് വെക്കുക. ഹൗ വാസ് ദ സ്പീക്കർ കോൾഡ് എ ലെസ്ബിയാൻ? സ്പീക്കറിനെ എങ്ങനെയാണ് ഈ ഒരു ലെസ്ബിയൻ എന്ന് വിളിച്ചിട്ടുള്ളത്? സോ ഇവിടെ പറയുന്നുണ്ട്, ദ കിഡ്സ് ഇൻ ദ സ്കൂൾ ഹാഡ് ഫൗണ്ട് സം ട്രൂത്ത് അബൌട്ട് ദ സ്പീക്കർ ആൻഡ് ദേ കോൾഡ് ഹിം ലെസ്ബിയാൻ. അപ്പോൾ ആ ഒരു ഒരുപാട് രഹസ്യങ്ങളുള്ളൊരു വ്യക്തിയായിരുന്നു എന്ന് പറഞ്ഞു. പക്ഷേ ആരും തുറഞ്ഞു പറഞ്ഞിട്ടില്ലെങ്കിലും സ്കൂളിലുള്ള കുട്ടികൾ നമ്മുടെ ഈ സ്പീക്കറെ പറ്റി ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കുകയും അവരാണ് ലെസ്ബിയാൻ എന്ന് നമ്മുടെ സ്പീക്കർ ആദ്യമായിട്ട് വിളിച്ചിട്ടുള്ളത്, സ്കൂളിലുള്ള കുട്ടികൾ. ഓക്കെ, വാട്ട് ഈസ് മീൻഡ് ബൈ എക്സ്പ്രഷൻ ഐ വാസ് മോർ കെൻ ദാൻ ബാർബി? നമ്മൾ പറഞ്ഞതാണ് കെൻ ആൻഡ് ബാർബി ആർ ഡോൾസ്, ഫിക്ഷണൽ അമേരിക്കൻ ക്യാരക്ടേഴ്സ്. അമേരിക്കൻ പോപ്പുലർ കൾച്ചറിലുള്ള രണ്ട് ഫിക്ഷണൽ ക്യാരക്ടേഴ്സാണ് കെൻ ആൻഡ് ബാർബി. Okay, Ken is Barbie's boyfriend. So here the expression stands for the speaker gender identity. The speaker was both but more boy than girl. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ആ ഒരു ആക്ച്വലി കെൻ ആൻഡ് ബാർബി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, നമ്മൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഡോൾസ് ആണ്, പാവകളാണ്. കെൻ എന്നുള്ളത് റെപ്രസെൻ്റ് ചെയ്യുന്നത് ആൺകുട്ടിയെയും ബാർബി റെപ്രസെൻ്റ് ചെയ്യുന്നത് പെൺകുട്ടിയെയാണ്. അമേരിക്കയിലുള്ള രണ്ട് കാർട്ടൂൺ കഥാപാത്രങ്ങളാണ്. ഓക്കെ, കെന്നറ്റ് കേഴ്സൺ എന്നാണ് കെന്നിൻ്റെ പേര്, ബാർബറ മിലിസെൻ്റ് എന്നാണ് നമ്മുടെ ബാർബിയുടെ പേര്. അതൊക്കെ നമ്മൾ പറഞ്ഞതാണ്, നിങ്ങളത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക, നോക്കുക. 10th ക്വസ്റ്റ്യൻ, ഷീ ഫിയേഴ്സ് ദാറ്റ് ഐ വിൽ ഡൈ വിത്തൗട്ട് എ വിസ്പർ. വൈ? എൻ്റെ അമ്മ ഭയക്കും ഞാൻ ഒരു വാക്ക് പോലും ഉരിയാടാതെ മരിച്ചു പോകുമെന്ന്. എന്തുകൊണ്ടാണ് അമ്മ അങ്ങനെ ഭയക്കുന്നത്? ദ സ്പീക്കേഴ്സ് മദർ ഫിയേഴ്സ് ദാറ്റ് ദ സ്പീക്കർ വിൽ ഡൈ വിത്തൗട്ട് എ വിസ്പർ ബിക്കോസ് she heard that many transgender people died in the same way. Mia Hall, Lila Alcone, Blake Brockington all died without an identity. ഇപ്പോൾ ട്രാൻസ്ജെൻഡേഴ്സ് ആയിട്ടുള്ള ആളുകൾ മരിച്ചു പോകുന്നത് ആരും അറിയുന്നില്ല. അവർ സൂയിസൈഡ് ചെയ്യുകയോ അല്ലെങ്കിൽ അവരെ മറ്റുള്ളവരാൽ അവർ കൊല്ലപ്പെടുകയാണ് ചെയ്യുന്നത്. സോ അവർക്കൊരു വോയിസും ഇല്ല, അവർ മരിച്ചു പോകുന്നത് ആരും അറിയുന്നില്ല. ഓക്കെ, അപ്പോൾ അത്ര അധികം ഇമ്പോർട്ടൻ്റ് അല്ലാത്ത ആളുകളായതുകൊണ്ട് തന്നെ അവരാരും ശ്രദ്ധിക്കുന്നില്ല. സോ അതുപോലെ തൻ്റെ ഈ ഒരു മകനും മരിച്ചു പോകുമെന്ന് അമ്മ ഭയപ്പെടുകയാണ്. ദെൻ ഹു വാസ് മിയ ഹാൾ? പിന്നെ ചോദിച്ചിട്ടുള്ളത് മിയ ഹാൾ ആരാന്നാണ്, നമ്മൾ പറഞ്ഞ കാര്യമാണ്. നിങ്ങളുടെ ടെക്സ്റ്റിൻ്റെ പുറകിലുണ്ട്, നിങ്ങളൊന്ന് നോട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഇവിടെ വായിച്ചാലും മതി. ഓക്കെ, അതിലോട്ട് നമ്മൾ പോകുന്നില്ല. അതുപോലെ ലീല ആൽക്കോണിനെ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ അടുത്ത ആളെ ബ്ലേക്ക് ബ്രോക്കിങ്ടനെയും ചോദിച്ചിട്ടുണ്ട്. സോ അവരൊക്കെ ആരാണെന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, നമ്മൾ പോയം പറഞ്ഞ സമയത്തും പറഞ്ഞതാണ്. 14th ക്വസ്റ്റ്യൻ നോക്കാം. വൈ ഡസ് നോ വൺ എവർ തിങ്ക് ഓഫ് ട്രാൻസ്ജെൻഡർ ആസ് ഹ്യൂമൻ? ആരും ചിന്തിക്കുന്നില്ല ട്രാൻസ്ജെൻഡേഴ്സ് മനുഷ്യർ തന്നെയാണെന്നുള്ളത്, ആരും ചിന്തിക്കുന്നില്ല. അത് എന്തുകൊണ്ടാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ,
So നമ്മൾ പറഞ്ഞു the speaker says that no one ever thinks of transgender as human because they are more ghost than flesh and people fear that the expression is their trick. ആളുകൾ വിചാരിക്കുന്നത് അവർ എന്താ പറയുക മനുഷ്യരായിട്ടല്ല അവരെ ഭൂതങ്ങളായിട്ടാണ് ആളുകൾ കണക്കാക്കുന്നത്. അതുപോലെ അവരുടെ ആക്ടിങ് അവരുടെ സ്വഭാവം ആറ്റിറ്റ്യൂഡ് അത് അഭിനയിക്കുകയാണ് അവർ കള്ളക്കളി കളിക്കുകയാണെന്നാണ് ജനങ്ങൾ ചിന്തിക്കുന്നത്. മറ്റുള്ളവരെ ചതിച്ചിട്ട് ഈ ക്യാഷൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് അവർ കള്ളക്കളി കളിക്കുകയാണെന്നാണ് ആളുകൾ ചിന്തിക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല യഥാർത്ഥത്തിൽ വരുന്നത്. സോ ആ ഒരു കാര്യമാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. എന്തുകൊണ്ടാണ് ജനങ്ങൾ ഇങ്ങനെ ചിന്തിക്കുന്നത്, ഓക്കെ അവർ മനുഷ്യരല്ല എന്നുള്ളത്. സോ 15th question, explain now oncoming traffic is embracing more transgender children than parents. ഇവിടെ പറയുന്നത് the line means that the transgender children get more acceptance among public. The public are more sympathetic and consideration are given to them than their parents. ഇപ്പോൾ ഇവിടെ ട്രാൻസ്ജെൻഡേഴ്സ് ആയിട്ടുള്ള പാരൻസ് വലിയ മുതിർന്ന ആളുകളെക്കാട്ടിൽ കൂടുതൽ സമൂഹത്തിൽ ഇപ്പോൾ കുട്ടികൾക്ക് ട്രാൻസ്ജെൻഡേഴ്സ് ആയിട്ടുള്ള കുട്ടികൾക്ക് പരിഗണന കിട്ടുന്നുണ്ട്, അവർക്ക് അവസരം കിട്ടുന്നുണ്ട്, അവരാളുകൾ പരിഗണിക്കുന്നുണ്ട്, അവരാളുകൾ സ്നേഹിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, സംടൈംസ് the children of the transgenders get more love than their parents. പാരൻസിൻ്റെ അടുത്ത് നിന്ന് കിട്ടുന്നതിനെക്കാട്ടിൽ സ്നേഹം ചില സമയത്ത് സൊസൈറ്റിയിൽ നിന്ന് കിട്ടുന്നുണ്ടെന്നാണ് പറയുന്നത്. കവിതയിൽ നമ്മൾ മറ്റൊരു കാര്യം പറഞ്ഞ് ട്രാൻസ്ജെൻഡേഴ്സ് ആയിട്ടുള്ള കുട്ടികൾ ഇങ്ങനെ സ്കൂളിലോട്ടൊക്കെ പോകാൻ ഭയക്കുന്നുണ്ട് എന്നും പറഞ്ഞു. സോ രണ്ട് കോൺട്രഡിക്ടറി സ്റ്റേറ്റ്മെൻറ്റ് ഒരു സമയത്ത് പറയുന്നുണ്ട്, നോട്ട് ചെയ്ത് വെക്കുക. 16th question, my prayers are now getting stuck in my throat. Why did the speaker fear so? ആൻസർ നോക്കാം. പ്രാർത്ഥിച്ചിട്ട് വേർഡ്സ് ഒന്നും വരുന്നില്ല, തൊണ്ടയിൽ കുരുങ്ങി കിടക്കുകയാണെന്നാണ് പറയുന്നത് പ്രാർത്ഥന. അതിൻ്റെ റീസൺ എന്താ? ദ സ്പീക്കർ നൗ നോസ് ദാറ്റ് ഹീ കനോട്ട് ബി ഫിക്സ്ഡ് ബൈ ഹിസ് പ്രയർ ആൻഡ് സോ ഡസൻറ്റ് കെയർ അബൌട്ട് ഹിസ് അനാട്ടമി. പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല, പ്രാർത്ഥന കൊണ്ട് എനിക്ക് എൻ്റെ ജെൻഡർ ഫിക്സ് ചെയ്യാനൊന്നും പറ്റില്ല എന്ന് സ്പീക്കർ മനസ്സിലാക്കുകയാണ്. അതുകൊണ്ട് തന്നെ അതിനുശേഷം ഇനി അനാട്ടമിക്ക് വലിയ ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നില്ല, അത് മാറില്ല എന്ന് സ്പീക്കർ മനസ്സിലാക്കുകയാണ്. ഈവൻ ദോ ഹി വാണ്ട്സ് എ സൊല്യൂഷൻ ബട്ട് ദർ ഇസ് നോ ആൻസർ, ദാറ്റ് ഈസ് വൈ ഹിസ് പ്രേയേഴ്സ് ആർ നൗ ഗെറ്റിംഗ് സ്റ്റക്ക് ഇൻ ത്രോട്ട്. ഓക്കെ, സൊല്യൂഷൻ ആവശ്യമാണ്, പക്ഷേ അതിന് സൊല്യൂഷൻ കിട്ടില്ല. ദൈവത്തിനോട് ചോദിക്കുന്നതിൻ്റെ ആൻസേഴ്സ് കിട്ടുന്നില്ല. ആ സമയത്ത് വീണ്ടും പ്രാർത്ഥിക്കാൻ താല്പര്യമില്ലാത്ത അവസ്ഥയിലോട്ടാണ് സ്പീക്കർ പോകുന്നത്. ഓക്കെ, ഒന്നും കെയർ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. നോ, ഹി ഡസൻറ്റ് കെയർ ആൻഡ് ഹി ഫീൽസ് ഹിസ് പ്രേയേഴ്സ് ആർ ഗെറ്റിംഗ് സ്റ്റക്ക് ഇൻ ഹിസ് ത്രോട്ട് ആൻഡ് ദേ ഡോണ്ട് കം ഔട്ട്. പ്രാർത്ഥന തൊണ്ടയിൽ കുരുങ്ങി നിൽക്കുകയാണ്. പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല എന്നുള്ളൊരു കോൺസെപ്റ്റിലോട്ടാണ് നമ്മുടെ സ്പീക്കർ ഈ സമയത്ത് വരുന്നത്. ഓക്കെ, സോ നൗ ലെറ്റ്സ് എൻ്റർ ടു ദ പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ്. And I have taken these all pictures from a market guidebook to be feel a symbol when we read and when we understand. So first question, comment on the poetic style in what's like to be transgender. പോയറ്റിക് സ്റ്റൈലാണ് ചോദിച്ചിട്ടുള്ളത്. സോ ഈ ഒരു സെൻറ്റൻസ്, ഈ ഒരു ടോട്ടലായിട്ടുള്ള പാരഗ്രാഫ് നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. വളരെ സിമ്പിളായിട്ട് കൊടുത്തിട്ടുള്ള പാരഗ്രാഫാണ്. ഓക്കെ, ദിസ് ഈസ് എ സോൾ ബെയറിംഗ് പോം about what it feels to be transgender in a highly gendered culture. Strictly speaking, it doesn't have the usual look of a poem. So സ്റ്റൈലിലോട്ട് നമ്മൾ വരുമ്പോൾ ഇറ്റ് ഡസൻറ്റ് ഹാവ് ദ യൂഷ്വൽ ലുക്ക് ഓഫ് ദ പോം. ഇതിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അങ്ങനെ കാര്യങ്ങളുണ്ട്, അത് ജസ്റ്റ് അണ്ടർലൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ. ഓക്കെ, ഈ ഒരു പാരഗ്രാഫിൽ യൂഷ്വലായിട്ട് നമുക്കൊരു കവിതയിൽ കാണുന്ന സ്റ്റൈലല്ല ഈ ഒരു കവിതക്കുള്ളത്. സോ ഇറ്റ് ഈസ് ബേസിക്കലി എ സ്പീച്ച് ദാറ്റ് ഹാസ് പോയറ്റിക് ക്വാളിറ്റീസ്. ഒരു സ്പീച്ച് പോലെയാണ്, പോയറ്റിക് ക്വാളിറ്റീസ് ഉണ്ടേ ഒന്നേ ഉള്ളൂ. ദ സ്റ്റാൻസസ് ആർ ക്വൈറ്റ് ഇറഗുലർ. ഓക്കെ, ഇറഗുലർ സ്റ്റാൻസയാണ്, റെഗുലർ സ്റ്റാൻസയെക്കാട്ടിൽ കൂടുതൽ. സം ലോങ് ആൻഡ് സം ഷോർട്ട്. ചില ലൈൻസ് ഭയങ്കരമായിട്ട് ലോങ് ആണ്, ചില ലൈൻസ് വളരെ ഷോർട്ടാണ്. സോ അങ്ങനെ ആ ഒരു പോയറ്റിക്കൽ സ്റ്റൈലിനെ കുറിച്ചാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ഫുള്ളൊന്ന് വായിച്ചു നോക്കുക. ദർ ആർ റൺ ഓൺ ലൈൻസ്. റൺ ഓൺ ലൈൻസ് എന്ന് പറഞ്ഞാൽ ഒരു വരി, വലിയൊരു വരി കഴിയാതെ അത് ലാസ്റ്റ് കട്ട് ചെയ്തിട്ട് അതിൻ്റെ അടിയിലോട്ട് ഇടുക. മീൻസ് ആ ഒരു പേജിൽ ആ വരി കൊള്ളാത്തത്രയും എത്തിയിട്ട് പിന്നെയും മീൻസ് റൺ ഓൺ ലൈൻ തൊട്ടടുത്ത വരിയിലോട്ട് അതിൻ്റെ ബാക്കി പോകുന്നൊരവസ്ഥ. ഓക്കെ, ഒരു വരിയിൽ കംപ്ലീറ്റ് ചെയ്യാൻ കഴിയാതെ തൊട്ടടുത്ത വരിയിലോട്ട് അതിൻ്റെ ബാക്കി പോകുന്നൊരവസ്ഥയാണ്. ആ ഒരു സിറ്റുവേഷനെയാണ് നമ്മൾ റൺ ഓൺ ലൈൻസ് എന്ന് പറയുന്നത്. സോ സം സെൻറ്റൻസസ് ടേക്ക് മെനി ലൈൻസ് ടു ഫിനിഷ്. ചില ലൈനുകൾ ഫിനിഷ് ചെയ്യാൻ 1, 2, 3 സെൻറ്റൻസുകൾ തന്നെ ആവശ്യമായിട്ട് വരുന്നുണ്ട്.
സോ അങ്ങനെയുള്ള പോയറ്റിക്കൽ സ്റ്റൈൽ ഇവിടെ നോക്കുക നിങ്ങൾ. പിന്നെ ഇവിടെ പറയുന്നുണ്ട് പല കാര്യങ്ങളും ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്, സിമിലി യൂസ് ചെയ്യുന്നുണ്ട്. താഴോട്ട് വരിക. ഓക്കെ, മൈ ടിനി ബോഡി ഡ്രോപ്പിംഗ് ലൈക്ക് എ ക്വസ്റ്റ്യൻ മാർക്ക്. അവിടെ ലൈക്ക് കണ്ടോ, സിമിലി യൂസ് ചെയ്യുന്നുണ്ട്. ഡിസോൾവ് ലൈക്ക് ഷുഗർ ഇൻ മൗത്ത്, അവിടെയും സിമിലി യൂസ് ചെയ്യുന്നുണ്ട്. മെറ്റഫർ യൂസ് ചെയ്യുന്നുണ്ട്. ദിസ് ബോഡി ബിക്കംസ് എ ആസ്ട്രീക്ക്, നക്ഷത്രത്തെ പോലെ ആവുന്നെന്ന് പറഞ്ഞിട്ട്. സോ അതിനെയും യൂസ് ചെയ്യുന്നുണ്ട്, മെറ്റഫറായിട്ട് പറയുന്നുണ്ട്. അലിട്രേഷൻ പറയുന്നുണ്ട്. ഹസ്ബൻഡ് ഹോം എന്ന് പറയുന്നിടത്ത് ഹസ്ബൻഡ് ഹോം, രണ്ട് കോൺസണൻസ് സൗണ്ടിൻ്റെ റിപ്പിറ്റേഷനാണ്. സോ അലിട്രേഷൻ അവിടെ വരുന്നുണ്ട്. ഫൈനലി ഫിക്സ്ഡ് കണ്ടോ, ഫ് എന്നുള്ള കോൺസണൻറ്റ് സൗണ്ട്സിൻ്റെ റിപ്പിറ്റേഷനാണ്. ആ റിപ്പിറ്റേഷനെയാണ് നമ്മൾ ഈ ഒരു അലിട്രേഷൻ എന്ന് പറയുക. സോ ഫൈനലി ഫിക്സ്ഡ് എന്ന് പറയുന്നിടത്തും അലിട്രേഷൻ വരുന്നുണ്ട്. സോ വളരെ സിമ്പിളായിട്ട് കൊടുത്തിട്ടുള്ള ഒരു ആൻസറാണിത്. അടുത്ത ക്വസ്റ്റ്യൻ, ദ ബോയ്ഹുഡ് ഫേസ് ഇൻ വാട്ട്സ് ലൈക്ക് ടു ബി ട്രാൻസ്ജെൻഡർ. കഥയിൽ ആൺകുട്ടിയായിട്ടുള്ള ജീവിതകാലം അതിനെയാണ് ചോദിച്ചിട്ടുള്ളത്. മലയാളത്തിൽ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. ഇതൊന്ന് വായിച്ചു നോക്കുക. ഞാനെല്ലാം വായിക്കുന്നില്ല, ഈ ഒരു വീഡിയോ ലെക്ചറിങ് ലെങ്ത് ആയിട്ട് പോകും. സോ ഇവിടെ പറയുന്നുണ്ട്, ടു ബി എ ട്രാൻസ്ജെൻഡർ പേഴ്സൺ ഈസ് എ വെരി ഡിഫിക്കൽട്ട് തിങ് ഇൻ എ വേൾഡ് വിച്ച് ഈസ് ഡിവൈഡഡ് ബിറ്റ്വീൻ മെയിൽ ആൻഡ് ഫീമെയിൽസ്. ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും വേണ്ടി മാത്രം ഡിവൈഡ് ചെയ്തിട്ടുള്ള ഈ ലോകത്ത് ട്രാൻസ്ജെൻഡറായിട്ട് ജീവിക്കുക എന്നുള്ളത് വളരെയധികം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ദ സ്പീക്കേഴ്സ് മദർ ടെൽസ് ഹിം ദാറ്റ് ഹി വാസ് എ മിറാക്കിൾ ആൻഡ് ദ കുഡ് ബി എനിത്തിങ്. നമ്മൾ കവിതയിൽ പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും റിപ്പീറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു ആൻസർ ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. നിങ്ങളത് വായിച്ച് നോക്കട്ടെ, എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ബ്രീഫ്ലി ഡിസ്ക്രൈബ് ദ alienation of the transgender in relation to what's like to be transgender. ഇപ്പോൾ ഈ കവിതയുമായി കണക്ട് ചെയ്തിട്ട് ട്രാൻസ്ജെൻഡേഴ്സ് ഫീൽ ചെയ്യുന്ന അവരുടെ ഏലിയനേഷൻ, അവരുടെ ഒറ്റപ്പെടൽ, ഏകാന്തതയെക്കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ സമയത്ത് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. പ്രത്യേകിച്ച് മിയ ഹാൾ, ലീല ആൽക്കോൺ, ബ്ലാക്ക് ബ്രോക്കിംഗ്ടൺ, ഇവരെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, ഇവരെ ആത്മഹത്യ ചെയ്തതും ഇവർ കൊല്ലപ്പെട്ടതും അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഇവിടെ പറയുന്നുണ്ട്. ഇതൊന്ന് വായിച്ചു നോക്കുക. നമ്മുടെ ബ്ലാക്ക് ബ്രോക്കിംഗ്ടൺ എന്നുള്ള വ്യക്തി LGBT സ്റ്റഡീസ് എന്ന് പറഞ്ഞ ഒരു കാറ്റഗറി ഉണ്ട് നമുക്ക്. LGBT എന്നുള്ളതിൻ്റെ ഫുൾ ഫോം ലെസ്ബിയൻ, ഗേ, ബൈസെക്ഷൽ, ട്രാൻസ്ജെൻഡർ എന്നാണ്. സോ അവരെ കുറിച്ച് പഠിക്കുന്ന പഠന മേഖലയാണ് LGBT സ്റ്റഡീസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ LGBT സ്റ്റഡീസിൽ യൂത്തിൻ്റെ ഇടയിൽ വളരെയധികം പ്രവർത്തിച്ചിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു ബ്ലാക്ക് ബ്രോക്കിംഗ്ടൺ എന്ന് പറഞ്ഞിട്ടുള്ളത് ഒരു വ്യക്തി. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഹോം കമ്മിങ് കിങ് ഓഫ് ദ സ്റ്റേറ്റ് എന്നുള്ള പേര് വരെ കിട്ടിയിട്ടുണ്ട്. ഹോം കമ്മിങ് കിങ് ഓഫ് ദ സ്റ്റേറ്റ്. സോ ആ പേര് കിട്ടിയിട്ടുള്ള വ്യക്തി ബ്ലാക്ക് ബ്രോക്കിംഗ്ടൺ ആണ് എന്നൊക്കെ നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, സോ വായിച്ചു നോക്കുക, ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. ഇവിടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ പറയുന്നുണ്ട്, ഇൻ എ വേൾഡ് ഡോമിനേറ്റഡ് ബൈ ദ ടു ജെൻഡർ ക്ലാസിഫിക്കേഷൻ ഇറ്റ്സ് എ വെരി ഡിഫിക്കൽട്ട് ടു ബി ട്രാൻസ്ജെൻഡർ പേഴ്സൺ. സച്ച് എ പേഴ്സൺ ആർ ലോഫ്ഡ് അറ്റ്, ഏലിയനേറ്റഡ്, ഇൻസൾട്ടഡ് ആൻഡ് ഈവൻ അറ്റാക്ക്ഡ് ബൈ അതേഴ്സ്. കണ്ടോ, ആളുകൾ അവരെ മാറ്റി നിർത്തപ്പെടുന്നു, അവരെ ഇൻസൾട്ട് ചെയ്യുന്നു, അവരെ ചില സമയത്ത് ആക്രമിക്കുന്നു. എല്ലാ കാര്യങ്ങളും ഇവിടെ പറയുന്നുണ്ട്, നോട്ട് ചെയ്ത് വെക്കുക. another question, the pessimism in what's like to be transgender. കണ്ടോ, പെസിമിസം എന്ന് പറഞ്ഞാൽ എന്താ, ഒന്നും ശരിയാവില്ല എന്നുള്ളൊരു തോന്നൽ. ഐ മീൻ ഒരു തരത്തിലുള്ള നിരാശ. ദർ ഈസ് എ അട്ടർ പെസിമിസം ഇൻ ദ പോം. മീൻസ് തീർച്ചയായിട്ടും നിരാശാപരമായിട്ടാണ് ഈ കവിത എഴുതിയിട്ടുള്ളത്, നമ്മുടെ ലീ മൊക്കോബ എഴുതിയിട്ടുള്ളത്. വി സീ ഹിം ഗോയിങ് ടു ക്ലാസ് ആൻഡ് കത്തീഡ്രൽ. ആ കത്തീഡ്രൽ പോയിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷേ ആൻസർ കിട്ടുന്നില്ല. അവസാനം പ്രാർത്ഥന നിർത്തുന്ന ഒരു അവസ്ഥയിലോട്ടാണ് നമ്മുടെ ഈ ഒരു സ്പീക്കർ എത്തുന്നത്. കവിതയുടെ അവസാന ഭാഗത്തുമ്പോഴേക്കും നമ്മൾ കണ്ടതാണ്. ഓക്കെ, ഇതൊന്ന് വായിച്ചു നോക്കുക. ഇവിടെയൊക്കെ പറയുന്നുണ്ട്, വി സി വാട്ട് ഹാപ്പൻഡ് ടു മിയ ഹാൾ. കണ്ടോ, അവരൊക്കെ ഇതുപോലെ ഒരുതരം നിരാശയിൽ ആത്മഹത്യ ചെയ്തതാണ്. ഓക്കെ, അനദർ ക്വസ്റ്റ്യൻ, കമൻറ്റ് ഓൺ ദ എൻഡിങ് ഓഫ് ലീ മൊക്കോബെസ് പോം. അവസാനത്തെക്കുറിച്ചാണ് ചോദിച്ചിട്ടുള്ളത്. സോ ദ പോം വാട്ട്സ് ലൈക്ക് ബി ട്രാൻസ്ജെൻഡർ എൻഡ്സ് ഇൻ എ ഹൈലി പെസിമിസ്റ്റിക് നോട്ട്. പെസിമിസ്റ്റിക് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു തരം നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു തരം എന്താ പറയുക, ദുഃഖം നിറഞ്ഞ അല്ലെങ്കിൽ വിഷാദം നിറഞ്ഞിട്ടുള്ള ഒരു മൂഡിലാണ് ഈ ഒരു പോയം എൻഡ് ചെയ്യുന്നത്. ഓക്കെ, അതിനുള്ള കാരണം ഇവിടെ പറയുന്നുണ്ട്. ജെൻഡർ ക്ലാസിഫിക്കേഷനുള്ള ഈ ലോകത്ത് അവരുടെ ജെൻഡറിന് സ്ഥാനമില്ല, 2 ജെൻഡർ മാത്രമേ ഈ ഒരു ലോകത്ത് സ്ഥാനമുള്ളൂ എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു
പോയം എൻഡ് ചെയ്യുന്നത് ഒരു പെസിമിസ്റ്റിക് മൂഡിലാണെന്നുള്ളത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. പെസിമിസ്റ്റിക് ലൈൻസ് ആണ് കവിത എൻഡ് ചെയ്യുന്നത്. കാരണം പ്രാർത്ഥിച്ചിട്ട് വരെ കാര്യമില്ല, മീൻസ് ദൈവത്തോട് വരെ പറഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ളൊരു രീതിയിലോട്ട് കവിത എത്തുന്നുണ്ട്. അതിൻ്റെ ലാസ്റ്റ് നോക്കുക, ടുവാർഡ്സ് ദ എൻഡ് ഓഫ് ദ ഗ്രിപ്പിംഗ് എക്സ്പ്ലോറേഷൻ ഓഫ് ഐഡൻറ്റിറ്റി ആൻഡ് ട്രാൻസിഷൻ ദ പോയിറ്റ് ടേൺസ് ഇൻ ടു എ പെസിമിസ്റ്റിക് മൂഡ് as he recognizes his non-acceptance in a world where religious preach universal love. മതങ്ങൾ മീൻസ് യൂണിവേഴ്സൽ ലവ്, സാർവത്രികമായിട്ട് എല്ലാവരെയും സ്നേഹിക്കണമെന്ന് മതങ്ങൾ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ പോലും ട്രാൻസ്ജെൻഡേഴ്സിനെ സ്നേഹിക്കാൻ ആരുമില്ല. അതുകൊണ്ട് തന്നെ വീണ്ടും അവർ നിരാശയിലോട്ട് പോവാണ്. മതത്തിലോട്ട് ചെല്ലുമ്പോൾ അവിടെയും അവർക്ക് ഹോപ്പ്, പ്രതീക്ഷ അല്ലെങ്കിൽ ഒരു സ്വാതന്ത്ര്യം കിട്ടുന്നില്ല എന്നാണ് ട്രാൻസ്ജെൻഡേഴ്സ് ആയിട്ടുള്ള ആളുകൾ പറയുന്നത്, അല്ലെങ്കിൽ ഈ കവിതയിലൂടെ ലീ മൊക്കോബെ പറയുന്നത് അവർക്ക് വേണ്ടിയിട്ട്. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത് നിങ്ങളുടെ ടെക്സ്റ്റിലുള്ള ഭാഗമാണ് ഈ ഒരു ഫോട്ടോയിൽ കാണുന്നത്. സോ എസ്സേ ക്വസ്റ്റ്യൻ ആണ്. വാട്ട്സ് ലൈക്ക് ടു ബി ട്രാൻസ്ജെൻഡർ ഈസ് എ ഡോക്യുമെൻറ്റേഷൻ ഓഫ് ദ ഐഡൻറ്റിറ്റി ക്രൈസിസ് ആൻഡ് ദ ഡെനിയൽ ഓഫ് ദ ബേസിക് ഹ്യൂമൻ റൈറ്റ്സ് ഓഫ് ദ ട്രാൻസ്ജെൻഡർ. അടിസ്ഥാനപരമായിട്ടുള്ള ഹ്യൂമൻ റൈറ്റ്സ്, മാനുഷിക അവകാശങ്ങൾ, അതിനെ ഡിനൈ ചെയ്യുക, അതിനെ നിരാകരിക്കുക, അതിനെ ആക്ച്വലി സ്റ്റോപ്പ് ചെയ്യാണ് സൊസൈറ്റി ആരോട് ചെയ്യുന്നത്? ട്രാൻസ്ജെൻഡേഴ്സിനോട് ചെയ്യുന്നത്. അപ്പോൾ അതിനൊക്കെയുള്ളൊരു ഡോക്യുമെൻറ്റേഷൻ, അതിനെ തുറന്ന് കാണിക്കുന്ന ഒരു കവിതയാണിത്. അതിനെ നിങ്ങളോട് ഡിസ്കസ് ചെയ്യാൻ, ചർച്ച ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങളിങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് കിട്ടുന്ന സമയത്ത് എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്യാം. നമ്മളിപ്പോൾ പാരഗ്രാഫിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു, അതെല്ലാം ഈ ഒരു എസ്സേ ആക്കിയിട്ട് നമുക്ക് മാറ്റാം, എസ്സേയിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. Another question, how does Lee Mokobe convey the horror of bearing a transgender in What's Like to Be Transgender? ഒരു ട്രാൻസ്ജെൻഡർ ആയിട്ട് ജീവിക്കുന്നതിൻ്റെ ഒരു ഭയാനകത എങ്ങനെയാണ് ഇവിടെ കൺവേ ചെയ്യുന്നത് ആര്? ലീ മൊക്കോബെ. നമ്മൾ പറഞ്ഞു, ഒരുപാട് പേര് ആത്മഹത്യ ചെയ്തു, പോലീസ് വെടിവെച്ച് കൊന്നു, സ്കൂളിലോട്ട് പോകുന്ന സമയത്ത് കുട്ടികൾക്ക് പേടിയാണ്, സ്കൂളിൽ പോയാൽ കുട്ടികൾ കളിയാക്കുന്നു. ഓക്കെ, വീട്ടിൽ ചെന്നാൽ അല്ലെങ്കിൽ നാട്ടിൽ ചെന്നാൽ ഈ ആൻറ്റിമാർ, കുടുംബക്കാർ, അങ്ങനെയുള്ള ആളുകൾ, സോ സൊസൈറ്റി കംപ്ലീറ്റ്ലി കളിയാക്കാണ് ചെയ്യുന്നത്. സോ എവറി പാർട്ടിക്കിൾ ഓഫ് ദ സൊസൈറ്റി ദേ ഗെറ്റ് ഓൺലി മോക്കിങ്സ്, not any pleasure, just sadness, just the depression. They get only depression from society as a gift. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം നോട്ട് ചെയ്ത് വെക്കുക. ഇവിടെയും ഈ എസ്സേ ക്വസ്റ്റ്യനൊക്കെ വരുന്ന സമയത്ത് നിങ്ങളുടേതായിട്ടുള്ള കോൺസെപ്റ്റുകൾ വെച്ചിട്ട്, നിങ്ങളുടേതായിട്ടുള്ള പോയിൻറ്റ്സ് വെച്ചിട്ട് എല്ലാ പോയിൻറ്റും ഉൾപ്പെടുത്തിയിട്ട് തന്നെ നിങ്ങൾ എഴുതാൻ ശ്രമിക്കുക. ആക്ടിവിറ്റി പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട്. കമ്പയർ വാട്ട്സ് ലൈക്ക് ടു ബി ട്രാൻസ്ജെൻഡർ വിത്ത് അതർ സിഗ്നിഫിക്കൻറ്റ് ട്രാൻസ്ജെൻഡർ പോംസ്. ഫോർ ഇൻസ്റ്റാൻസ് ജൂൺ ജോർഡാൻസ് എ പോം അബൌട്ട് മൈ റൈറ്റ്സ്. കുറച്ച് ആളുകളുടെ കവിതകൾ പറഞ്ഞിട്ടുണ്ട്. ആ കവിതകളുമായിട്ട് നമ്മുടെ ഈ ഒരു കവിത കമ്പയർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ നിങ്ങൾക്ക് ഫർദർ സ്റ്റഡീസിന് വേണ്ടിയിട്ടാണ്, കുറച്ചും കൂടി ഡീപ്പായിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഫീൽഡിലോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ആക്ടിവിറ്റി കൊടുക്കുന്നത്. സോ അതൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, എ പോയം എബൌട്ട് മൈ റൈറ്റ്സ്, അതും ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയുന്ന കവിതയാണ്. അതുപോലെ പ്രൈഡ് എന്നുള്ള കവിത, ഓക്കെ, ജോആന ഹോഫ്മാൻസിൻ്റെ പ്രൈഡ് എന്നുള്ള കവിതയും ഈ ഒരു സെയിം സബ്ജക്റ്റാണ്. അതുപോലെ തന്നെ ഓൺട്രെ ലോഡ്സിൻ്റെ മൂവ്മെൻറ്റ് സോങ് എന്നുള്ള കവിതയും ഈ സെയിം സബ്ജക്റ്റാണ്. സോ അതെല്ലാം ഒന്ന് ജസ്റ്റ് കമ്പയർ ചെയ്തിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. Another activity, sexual minorities have started to come out to the closet. Still, the human rights are violated throughout the globe. The Danish Girl, directed by Tom Hopper, based on David Ebershoff's novel, is a beautifully narrated humanistic account of the identity crisis of the people trapped in the wrong body. സോ റോങ് ബോഡിയിൽ കുടുങ്ങിക്കിടക്കുന്ന ആളുകളാണ് ട്രാൻസ്ജെൻഡേഴ്സ്. അപ്പോൾ അവരെ തുറന്ന് കാണിക്കുന്ന, അവരുടെ ജീവിതത്തെക്കുറിച്ച് കാണിക്കുന്ന ഒരു ഫിലിമാണ് ദ ഡാനിഷ് ഗേൾ എന്നുള്ളത്. അപ്പോൾ ഡയറക്റ്റ് ചെയ്തിട്ടുള്ളത് ടോം ഹൂപ്പറാണ്. സോ ആ ഒരു ഫിലിം നിങ്ങൾ പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് കാണാം. ഓക്കെ, ലിങ്ക് ഞാൻ കിട്ടിയാൽ അയക്കുന്നുണ്ട്, ടെലഗ്രാമിൽ അങ്ങനെയൊക്കെ കിട്ടുകയാണെങ്കിൽ അയക്കുന്നുണ്ട്. സോ ഇവിടെ പറയുന്നത് സെക്ഷൽ മൈനോറിറ്റീസ് അവരുടെ ക്ലോസറ്റിൽ നിന്ന് പുറത്ത് വന്നിട്ടുണ്ട്. ഇവിടെ ക്ലോസറ്റ് യു ക്യാൻ സീ പ്രൈവറ്റ് പ്ലേസ് എന്നാണ്. കാരണം അവർ പണ്ടൊക്കെ എന്താ പറയുക, ആരോടും പറയില്ല, അവർ ഭയങ്കരമായിട്ട് ഒതുങ്ങി ജീവിക്കണം. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല, ഇപ്പോൾ അവർ പുറത്തോട്ടൊക്കെ ഇറങ്ങി വരുന്നുണ്ട്. സോ അതാണ് ഇവിടെ മെയിൻ ചെയ്യുന്നത്. ഇപ്പോൾ അവർ സമൂഹത്തിലോട്ട് ഇറങ്ങി വരുന്നുണ്ട്, ഇപ്പോൾ അവർ പല കാര്യങ്ങളിലോട്ടും ഇടപെടുന്നുണ്ട്. ഓക്കെ, സോ അപ്പോൾ ഈ ഒരു ഫിലിം നിങ്ങൾ കാണുക. ആൻഡ് എ ഡിസ്കഷൻ ക്യാൻ ബി അറേഞ്ച്ഡ് അബൌട്ട് ദ എംപത്തറ്റിക് ആറ്റിറ്റ്യൂഡ് ദ സൊസൈറ്റി ഷുഡ് ഹാവ് ടുവാർഡ്സ് ദ സെക്ഷൽ മൈനോറിറ്റീസ് ആൻഡ് ദ ട്രാൻസ്ജെൻഡേഴ്സ്. ആ ഒരു എംപത്തറ്റിക്, സിമ്പതി എന്നുള്ള ഡിഫറൻസ് നിങ്ങൾക്കറിയാം. സിമ്പതി നമുക്ക് ജസ്റ്റ് തോന്നുള്ളൂ, പക്ഷേ എംപതി എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് അവരെ ഹെൽപ്പ്, നമ്മൾ പ്രാക്ടിക്കലിലോട്ട് വരുമ്പോഴാണ് എംപത്തറ്റിക് ആറ്റിറ്റ്യൂഡ് ആവുക.
ഓക്കെ, അപ്പോൾ ഇന്ന് സൊസൈറ്റിയിൽ നടക്കുന്ന എംപത്തറ്റിക് ആറ്റിറ്റ്യൂഡ് ടുവാർഡ്സ് ദ ട്രാൻസ്ജെൻഡർ അതിനെ നമ്മൾ ഡിസ്കസ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ ഈ ആക്ടിവിറ്റി കൊടുക്കുന്നത് ഈ ഒരു ഫീൽഡിലോട്ട് നിങ്ങൾ കുറച്ചും കൂടിയും ആഴ്ന്നിറങ്ങി ചെല്ലാൻ വേണ്ടിയിട്ടാണ് താല്പര്യമുള്ളവർക്ക്. ഓക്കെ, so anyway, let's meet to another video lecture. For now, I'm leaving. Okay, bye.